ഇതുപോലത്തെ ചെറിയ ഡസ്റ്റ്ബിൻസ് എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലും ഉണ്ടാവും കേട്ടോ. ഒരുവിധം എല്ലാ കടകളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ബോട്ടിൽസോ ഒന്നും കാണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ എക്സാക്ട്ലി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ ഡസ്റ്റ്ബിൻസൊക്കെ ഫുള്ളായി ഒന്നും ഇല്ലാണ്ടിരിക്കുന്നതെന്ന്. ഒരു പുള്ളി നടന്നു പോകുന്നത് കണ്ടില്ലേ. ഇതുപോലെ ഇവിടെയുള്ള എല്ലാവരും അവർ വാങ്ങുന്ന ഈ ബോട്ടിൽസും എല്ലാം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് അവർക്ക് ഇതിനകത്ത് ഇടുമ്പോൾ പൈസ കിട്ടും. ഈ പൈസ ഓരോരോ ബോട്ടിൽസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ടിൽസ്, ഇപ്പോൾ ക്യാൻസ്, അതെല്ലാം ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലതൊക്കെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാത്തതുണ്ടാവും. അത് തൊട്ടടുത്തൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിനകത്തോട്ട് ഇട്ടേക്കും. ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എമൗണ്ട് അതിനകത്തൊരു റെസിപ്റ്റായിട്ട് അവർക്ക് വരും. അപ്പോൾ റെസിപ്റ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് അവർ കൊണ്ടുപോയിട്ട് അവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുത്തിട്ട് അത് റെഡ്യൂസ് ആവും. ഞാനെന്തായാലും ഒരു പാല് വാങ്ങാൻ വന്നതാണ്. പാല് വാങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സെൽഫ് ചെക്കൗട്ട് ആട്ടാ. നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അത് പോയിട്ട് ഈ സെൽഫ് ചെക്കൗട്ട് കിയോസ്ക് ഉണ്ട്. ഈ കിയോസ്കിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് അതിനകത്ത് എമൗണ്ട് കാണിക്കും. ആ എമൗണ്ട് നമ്മൾ കാർഡ് യൂസ് ചെയ്തിട്ടോ ക്യാഷ് യൂസ് ചെയ്തിട്ടോ നമ്മൾ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു റെസിപ്റ്റ് വരും. ആ റെസിപ്റ്റ് നമ്മളെടുത്തിട്ട് ആ റെസിപ്റ്റിൽ ഒരു സ്കാനർ ഉണ്ടാവും. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ആ സ്കാനർ നമ്മളവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് തുറക്കും. അങ്ങനെയാണ് ഇവിടെയുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത്. എത്ര സുന്ദരമായ ആചാരങ്ങളല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിട്ടാ. കമൻ്റ് അടിക്ക്. അപ്പോൾ ശരി കേട്ടാ, കാണാം.